മലമ്പാതയുടെ വക്കിൽ നിറം മങ്ങി പൊടിയും അഴുക്കും പുരണ്ട ആ പഴയ നീല ടാർപോളിൻ കഷ്ണം വിരിച്ച് മനു ഇരിപ്പുറത്തച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. അത് വെറുമൊരിരിപ്പായിരുന്നില്ല, കത്തുന്ന ക്ഷമയോടെയുള്ള ഒരു കാവലായിരുന്നു. ഉച്ചസൂര്യൻ ഒരു ദയയുമില്ലാതെ ഉച്ചിയിൽ കത്തിനിന്നു. അന്തരീക്ഷം ഒരു തരി കാറ്റുപോലുമില്ലാതെ സ്തംഭിച്ചു നിന്നു. ഒരു ഭീമൻ ഭൂതക്കണ്ണാടിക്കുള്ളിൽ പെട്ടതുപോലെ എല്ലാം പുകഞ്ഞു. അവനിരുന്നിരുന്ന ടാർപോളിൻ കഷ്ണം വെയിലിൽ പൊള്ളിയടർന്ന് അതിലിരിക്കുമ്പോൾ തുടകൾ പൊള്ളുന്നതുപോലെ അവന് തോന്നി. ദൂരെ മലയിറങ്ങി വരുന്ന വരണ്ട കാറ്റിന്റെ നേരിയ ചൂളം വിളി. അത് ചുഴറ്റിക്കൊണ്ടുവന്ന പൊടിമണ്ണും കരിയിലകളും പാതയുടെ ഓരത്ത് ഒരു ഭ്രാന്തൻ നൃത്തം ചവിട്ടി. ആ ചുഴലി അവന്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ പൊടിയുടെ ഒരു നേർത്ത പാട അവന്റെ മുടിയിലും കൺപീലികളിലും അടിഞ്ഞുകൂടി. അവന്റെ മുന്നിൽ പാതയോരത്തെ അഴുത്തിനു നടുവിലും അവിശ്വസനീയമായ ശുചിത്വത്തോടെ ആ കുപ്പികൾ നിരന്നിരുന്നു. ഇന്നലെ രാത്രി അമ്മയോടൊപ്പം അവനായിരുന്നു അവ ഓരോന്നും കഴുകി ചിരട്ടത്തൊണ്ടുകൊണ്ട് ഉരച്ച് ഉണങ്ങിയ തുണികൊണ്ട് തുടച്ചെടുത്തത്. വെയിലിൽ അവ വെട്ടിത്തിളങ്ങി. അതിനുള്ളിൽ അമ്മയുടെ കൈപുണ്യം നിറഞ്ഞു നിന്നു. മഞ്ഞ നിറത്തിൽ കൊതിപ്പിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട കടുമാങ്ങ, പച്ച കലർന്ന നാരങ്ങ കാന്താരിമുളകിന്റെ നേരിയ കീറൽകൾക്കൊപ്പം, കറുത്തു തിളങ്ങുന്ന നെല്ലിക്ക നല്ലെണ്ണയിൽ വാട്ടിയെടുത്തത്. അവ അച്ചാറുകളായി ക്ഷമയോടെ കാത്തിരുന്നു. പൊടിമണ്ണിന്റെ ഗന്ധത്തിൽ കലർന്ന അവയുടെ രൂക്ഷമായ പുളിയുള്ള മണം അവന്റെ ഒഴിഞ്ഞ വയറിനെ ഇക്കിളിയാക്കി. ഓരോ കുപ്പിക്കും മുകളിൽ ഈച്ചയോ പൊടിയോ വീഴാതിരിക്കാൻ അമ്മയുടെ പഴയ സാരിയിൽ നിന്ന് കീറിയെടുത്ത നിറം മങ്ങിയ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് ഭംഗിയായി മൂടിയിരുന്നു. അവന്റെ 12 വയസ്സുള്ള മുഖത്ത് പ്രായത്തിൽ കവിഞ്ഞ പക്വത നിഴലിച്ചിരുന്നു. വിശപ്പും ക്ഷീണവും ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ആ മുഖം അത് പുറത്തു കാണിച്ചില്ല. കരിങ്കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ഒരു നിശ്ചയദാർഢ്യമായിരുന്നു അവിടെ. ഇടയ്ക്കിടെ അവൻ കൈതലം കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചുമാറ്റി. ആ വിയർപ്പ് തുള്ളികൾ കണ്ണിലേക്ക് ഇറ്റുവീണ് നീറ്റലുണ്ടാക്കി. ദൂരെ വളവു തിരിഞ്ഞ് ഒരിരമ്പൽ കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിക്കും. പ്രതീക്ഷയോടെ അവൻ തലയുയർത്തി നോക്കും. എയർ കണ്ടീഷന്റെ സുഖശീതളമയിൽ പാഞ്ഞുവരുന്ന വെയിലിൽ വെട്ടിത്തിളങ്ങുന്ന വില കൂടിയ കാറുകൾ, അവയ്ക്കുള്ളിലെ കറുത്ത കണ്ണട വെച്ച നിഴൽ രൂപങ്ങൾ, ഭാരം വലിച്ച് കിതയ്ക്കുന്ന കൂറ്റൻ ലോറികൾ, ചിരിയും ബഹളവുമായി കടന്നുപോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ. അവയെല്ലാം അവനെ ഒരു നിമിഷം ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പൊടിമണ്ണിന്റെ ഒരു മേഘം മാത്രം സമ്മാനിച്ച് പാഞ്ഞുപോയി. പൊടിപടലം ശ്വസിച്ച് അവന് വരണ്ട ചുമ വന്നു. നെഞ്ചു കൂടിവിട്ടു പോകുന്നതുപോലെ ചുമച്ചു. ഓരോ വാഹനവും കണ്ണിൽ നിന്നകന്നു പോകുമ്പോൾ അതുവരെ നെഞ്ചിൽ കൂടുകൂട്ടിയിരുന്ന നേരിയ പ്രതീക്ഷ പൊടുന്നനെ ഇല്ലാതാവുകയും ആ സ്ഥാനത്തേക്ക് ഭാരമുള്ള ഒരു കല്ല് വന്നു വീഴുന്നതുപോലെയും അവന് തോന്നി. സൂര്യൻ പടിഞ്ഞാറോട്ട് ചാഞ്ഞു തുടങ്ങി. മലയുടെ നിഴൽ പതുക്കെ പാതയിലേക്ക് നീണ്ടുവന്നു. അത് കണ്ടപ്പോൾ അവന്റെ ഉള്ളൊന്ന് കാളി. എന്നും മരുന്നു മുടങ്ങും. അവൻ മെല്ലെ സ്വയം കേൾക്കാൻ മാത്രമായി മൊഴിഞ്ഞു. ആ നേർത്ത ശബ്ദം വരണ്ട കാറ്റിൽ അലിഞ്ഞില്ലാതായി. അമ്മയുടെ വേദന കുറയ്ക്കാനുള്ള മരുന്നിന്റെ കുറിപ്പടി അവന്റെ കീറിയ നിക്കറിന്റെ പോക്കറ്റിൽ വിയർപ്പിൽ നനഞ്ഞ് മഷി പടർന്ന് ചുരുണ്ടുകിടന്നു. അതിലെ അക്ഷരങ്ങൾ അവന്റെ പ്രതീക്ഷ പോലെ തന്നെ മാഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ ദൂരേക്ക് മലയിറങ്ങി വരുന്ന അടുത്ത വാഹനത്തിന്റെ ഇരമ്പലിനായി കാതോർത്തു. മലമ്പാതയിലെ പൊള്ളുന്ന വെയിലിൽ കൺചിമ്മുമ്പോൾ മനുവിന്റെ മനസ്സിലേക്ക് ആ തണുത്ത തണൽ ഓടിയെത്തും. അതൊരു ആശ്വാസമായിരുന്നില്ല, മറിച്ച് ഉൾപൊള്ളിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അവന്റെ ഷെഡ്, അതിനെ വീടെന്ന് വിളിക്കാൻ ആർക്കും കഴിയില്ല. 2 വർഷം മുൻപിലെ പ്രളയകാലത്ത് രാത്രിയുടെ യാമങ്ങളിൽ മലവെള്ളം ഇരച്ചുവന്ന ആ ഭീകരമായ ഉരുൾപൊട്ടൽ, അത് അവരുടെ ചെറിയ ഓടിട്ട വീടിനെ മാത്രമല്ല തട്ടിയെടുത്തത്. വീടിന്റെ തണലായിരുന്ന അച്ഛനെയും അച്ഛന്റെ താങ്ങായിരുന്ന അമ്മാവിനെയും ആ മണ്ണെടുത്തു. ജീവനും സ്വപ്നങ്ങളും ആ മണ്ണിനടിയിൽ അമർന്നുപോയതിന്റെ ബാക്കിപത്രമായിരുന്നു ആ ഷെഡ്. ഉരുൾപൊട്ടൽ ബാക്കിവെച്ച കറുത്ത പാടുപോലെ തെളിഞ്ഞു നിന്ന മലഞ്ചെരുവിൽ നാട്ടുകാരുടെ കരുണയിൽ കിട്ടിയ നിറം മങ്ങിയ പ്ലാസ്റ്റിക് ഷീറ്റുകളും തുരുമ്പിച്ച പഴയ തകരപ്പാട്ടകളും ഒടിച്ചുകൊണ്ടുവന്ന മരക്കമ്പുകളും ചേർത്ത് കെട്ടിയ ഒരിടം.
കാറ്റു പിടിക്കുമ്പോൾ അത് മുള കൊണ്ടുണ്ടാക്കിയ ഒരു ഏറുമാടം പോലെ ആടിയുലഞ്ഞു. മഴ പെയ്യുമ്പോൾ തകര ഷീറ്റിൽ തട്ടി ശബ്ദമുണ്ടാക്കി പ്ലാസ്റ്റിക് ഷീറ്റിന്റെ വിടവുകളിലൂടെ വെള്ളം അകത്തേക്ക് ഒലിച്ചിറങ്ങി. അതിനകത്തെ മങ്ങിയ വെളിച്ചത്തിന് എപ്പോഴും ഒരു മ്ലാനതയായിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെയും അടുപ്പിലെ പുകയുടെയും മരുന്നുകളുടെയും വിയർപ്പിന്റെയും കലർന്ന ഒരു തരം ഗന്ധം അവിടെ തങ്ങി നിന്നു. ആ ഒറ്റമുറിയിൽ അവന്റെ ലോകം മുഴുവൻ ചുരുങ്ങിക്കിടന്നിരുന്നു. അമ്മ, ലത. ആ രാത്രിയിൽ വീടിന്റെ കഴുക്കോൽ ഒടിഞ്ഞു വീണത് അവളുടെ നട്ടെല്ലിനു മുകളിലേക്കായിരുന്നു. ആ വീഴ്ച അവളുടെ ജീവിതത്തെയാണ് തളർത്തിക്കളഞ്ഞത്. അരയ്ക്ക് താഴെ ചലനശേഷിയില്ലാതെ എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് തിരിഞ്ഞുകിടക്കാൻ പോലും പരസഹായം വേണം. തണുത്ത നിലത്ത് വിരിച്ച പായൽ കിടക്കുമ്പോൾ ആ തണുപ്പ് ശരീരത്തിലൂടെ അരിച്ചു കയറി എല്ലുകളെ മരവിപ്പിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. വേദന തിന്നുമ്പോഴും ലതയുടെ കണ്ണ് നിറഞ്ഞിരുന്നത് സ്വന്തം നിസ്സഹായതയോർത്തായിരുന്നില്ല. ഈ കത്തുന്ന വെയിലത്ത് തനിക്കു വേണ്ടിയുള്ള മരുന്നിന് കാശുണ്ടാക്കാൻ പാതയോരത്ത് അച്ചാർ കുപ്പികളുമായി കാത്തിരിക്കുന്ന മകനെ ഓർത്തായിരുന്നു. അവന്റെ പഠിത്തം മുടങ്ങിയതോർത്തായിരുന്നു. കൂട്ടുകാർ സ്കൂൾ ബസ്സിൽ ചിരിച്ചുല്ലസിച്ചു പോകുമ്പോൾ തന്റെ മകൻ പൊടിമണ്ണിൽ അച്ചാർ വിൽക്കാനിരിക്കുന്നതോർത്തായിരുന്നു. ഇന്നലെ രാത്രിയിലും അമ്മ ചുമച്ച് തളർന്നിരുന്നു. ഇടയ്ക്കിടെ വേദന കൊണ്ട് ഞെരിപിരി കൊള്ളുന്നത് ആ ഇരുട്ടിലും മനു അറിഞ്ഞു. അവന്റെ നെഞ്ചു പിടഞ്ഞു. അവൻ വേഗം എഴുന്നേറ്റ് മൺകലത്തിലെ തണുത്ത വെള്ളത്തിൽ തുണിമുക്കി അമ്മയുടെ നെറ്റിയിലിട്ടുകൊടുത്തു. ആ തണുത്ത സ്പർശം നെറ്റിയിൽ വീണപ്പോൾ ലത ഒന്ന് കണ്ണടച്ചു, ആശ്വാസം കൊണ്ടെന്നുപോലെ. അമ്മേ, അമ്മ പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, അവൻ അമ്മയുടെ മെലിഞ്ഞ ഞരമ്പുകൾ എഴുന്നു നിന്ന കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ ഞാൻ നേരത്തെ പോകും, ബസ് വരുന്നതിന് മുന്നേ. 5-6 കുപ്പി, വെറും 5-6 കുപ്പി വിറ്റാൽ മതി. മരുന്നു വാങ്ങാനുള്ള കാശ് ഞാൻ എന്തായാലും ഉണ്ടാക്കും. അവന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ അവൻ പാടുപെട്ടു. പക്ഷേ ആ ശബ്ദത്തിലെ നേരിയ ഇടർച്ച ലത തിരിച്ചറിഞ്ഞു. ലതയൊന്നും പറഞ്ഞില്ല. മെലിഞ്ഞുണങ്ങിയ മരവിച്ച കൈ നീട്ടി അവൾ അവന്റെ തലമുടിയിൽ പതുക്കെ വിരലോടിച്ചു. ആ സ്നേഹത്തേക്കാൾ വലിയ ആശ്വാസം മനുവിന് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്നേഹമായിരുന്നു അവന്റെ ഇന്ധനം. മോനെ, അവളുടെ ശബ്ദം നേർത്തിരുന്നു. ചുമ കാരണം അടഞ്ഞിരുന്നു. വെയിലത്ത് ഒരുപാട് നിക്കല്ലേ. ആരും വന്നില്ലെങ്കിൽ ഇങ്ങ് കേറിപ്പോരണം. നമ്മുടെ കഞ്ഞിയുടെ കാശ് ഇന്നലെ കിട്ടിയതാ, അത് മതി. ഇല്ലമ്മേ, അവൻ ആ സംഭാഷണം മുറിച്ചു. അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. അമ്മേ, ഉറങ്ങാൻ നോക്ക്, ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവരാം. അമ്മയുടെ വേദന മാറും നമുക്ക്. അവന് വാക്കുകൾ മുറിഞ്ഞു. അവൻ അമ്മയെ കീറിയ പുതപ്പുകൊണ്ട് പുതപ്പിക്കിടത്തി. പക്ഷേ അവന് ഉറക്കം വന്നില്ല. പുറത്ത് തകരഷീറ്റിൽ മഴതുള്ളികൾ വീഴുന്ന ശബ്ദം കേട്ട് ആ തണുപ്പിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവൻ ഭയന്നു. നാളെ ഒരു കുപ്പി പോലും വിറ്റില്ലെങ്കിലോ എന്ന ഭയം ഒരു ഇരുണ്ട ഭൂതത്തെപ്പോലെ അവനെ തുറിച്ചു നോക്കി. സമയം ഒരു ഒച്ചിനെപ്പോലെ ഇഴഞ്ഞു നീങ്ങിയില്ല. അതവനെ നോക്കി പല്ലിളിച്ചുകൊണ്ട് നിശ്ചലമായി നിന്നു. ഒടുവിൽ പൊള്ളുന്ന പകലിന്റെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് സൂര്യൻ മലയിറങ്ങി. ആകാശത്ത് സിന്ദൂരവും ചോരയും കലർന്ന് നിറം പടർന്നു. പകൽ ദിവസം ചുട്ടുപൊള്ളിയ മല തണുത്ത നിശ്വാസങ്ങൾ വിടാൻ തുടങ്ങി. മലമുകളിൽ നിന്ന് കോടമഞ്ഞ് ഒരു വെളുത്ത പുതപ്പ് പോലെ പതുക്കെ താഴേക്ക് പരന്നു വന്നു. അത് ആദ്യം ദൂരെയുള്ള മരങ്ങളെ വിഴുങ്ങി, പിന്നെ പാതയുടെ വളവുകളെ മൂടി, ഒടുവിൽ അവനെയും വന്നു പൊതിഞ്ഞു. പകലിന്റെ അസഹനീയമായ ചൂടിന് വഴിമാറി മലഞ്ചെരുവിന്റെ തനതായ തണുപ്പ് അരിച്ചു കയറാൻ തുടങ്ങി. പൊടിമണ്ണിൽ ഇരുന്നിരുന്ന അവന്റെ കാലുകൾ ആദ്യം മരവിച്ചു. ആ തണുപ്പ് അവന്റെ കീറിയ നിക്കറിനുള്ളിലൂടെ തുടകളിലേക്കും പിന്നെ മെലിഞ്ഞ ശരീരത്തിലേക്കും പടർന്നു. മനുവിന്റെ മുന്നിലെ അച്ചാർ കുപ്പികൾക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് എപ്പോഴോ ഒരു സ്കൂട്ടർ നിർത്തി ഒരു ചേട്ടൻ 2 കുപ്പി മാങ്ങ അച്ചാർ വാങ്ങി. മോനെന്താ സ്കൂളിൽ പോണല്ലേ എന്ന ചോദ്യത്തിന് അവൻ അമ്മയ്ക്ക് വയ്യ എന്ന് മാത്രം മറുപടി പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾക്കിട കൊടുക്കാതെ അവൻ പണം വാങ്ങി ബാക്കി തിരക്കിട്ട് എണ്ണിക്കൊടുത്തു. ആ ചേട്ടൻ തന്ന 100 രൂപയുടെ പുതിയ നോട്ടിൽ അവൻ മുറുകെ പിടിച്ചു. അത് വിയർപ്പിൽ കുതിർന്ന് നനയുന്നതുവരെ അവനത് കയ്യിൽ തന്നെ വെച്ചു. അതായിരുന്നു ആ ദിവസത്തെ ആകെ ആശ്വാസം. ഇപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കയ്യിലിരുന്ന ആ പഴയ നാണയത്തുട്ടുകളും ആ നോട്ടും അവൻ വീണ്ടും വീണ്ടും എണ്ണി നോക്കി. 120 രൂപ. അവന്റെ വിരലുകൾ ആ നോട്ടിൽ തലോടി. മരുന്നിന് 300 രൂപ വേണം. ടൗണിലെ മെഡിക്കൽ ഷോപ്പിലെ ചേട്ടൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഇനി കുറയ്ക്കാൻ പറ്റില്ല മോനെ, കമ്പനി വില കൂട്ടിയതാ. പാതി പൈസ പോലും ആയിട്ടില്ല. അവന്റെ ഉള്ളു പിടഞ്ഞു. ആ തുകയോർക്കുമ്പോൾ അമ്മയുടെ ഞരക്കമാണ് അവന്റെ കാതിൽ മുഴങ്ങിയത്. ഈ പണം തികയാതെ ഷെഡിലേക്ക് തിരികെ ചെല്ലുന്നത് എങ്ങനെയാണെന്ന് അവൻ ഓർത്തു. അമ്മയുടെ കണ്ണുകളിലേക്ക് അവൻ എങ്ങനെ നോക്കും?
ദൈവമേ, ഇനി ആരെങ്കിലും! അവന്റെ പ്രാർത്ഥന ഒരു നേർത്ത തെങ്ങലായി പുറത്തു വന്നു. അവൻ ദൂരേക്ക് മല കയറി വരുന്ന വാഹനങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയിരുന്നു. കോടമഞ്ഞിനെ കീറിമുറിച്ച് രണ്ടും മഞ്ഞക്കണ്ണുകൾ പോലെ അവ പാഞ്ഞുവരും. ഓരോ പ്രകാശവും അടുക്കുമ്പോൾ അവന്റെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിക്കും. പക്ഷേ അവയെല്ലാം അവനെ അവഗണിച്ച് ചീറിപ്പാഞ്ഞു മുകളിലേക്ക് പോയി. അവയുടെ ചുവന്ന പിൻവെളിച്ചങ്ങൾ അടുത്ത വളവിൽ അപ്രത്യക്ഷമാകുമ്പോൾ ഇരുട്ട് കൂടുതൽ കനത്തതായി അവന് തോന്നി. ഇരുട്ടു വീണു തുടങ്ങി. പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും അണയാൻ തുടങ്ങിയിരുന്നു. തണുപ്പുകൊണ്ട് അവന്റെ പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. അവൻ ടാർപോളിന്റെ ഒരറ്റം വലിച്ച് ശരീരം പാതി മൂടി. ആ പഴയ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അഴുക്കുപുരണ്ട മണം അവന്റെ ശ്വാസത്തിലേക്ക് കയറി. കുപ്പികൾ തിരികെ പെട്ടിയിലാക്കാൻ അവൻ മടിച്ചു. വെറുമൊരൊറ്റ വണ്ടി കൂടി നിർത്തിയാൽ മതിയായിരുന്നു. അവൻ ആ തണുപ്പിൽ മരവിച്ച് അടുത്ത നിമിഷത്തെക്കുറിച്ച് ഭയന്നിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ടയറുകൾ ചരലിൽ ഉരസുന്നതിന്റെ കർക്കശമായ ശബ്ദം. അവൻ ഞെട്ടിത്തിരിഞ്ഞു. കോടമഞ്ഞിനെ വകഞ്ഞുമാറ്റി 2 തീക്ഷ്ണമായ വെളിച്ചം അവനു നേരെ പാഞ്ഞുവന്നു. പൊടി പറത്തിക്കൊണ്ട് ഒരു കറുത്ത മിന്നുന്ന ആഡംബര കാർ അവന്റെ ടാർപോളിൻ ഷീറ്റ് തൊട്ടില്ല എന്ന മട്ടിൽ വന്നു നിന്നു. അതിന്റെ തീക്ഷ്ണമായ ഹെഡ്ലൈറ്റുകൾ ഒരു വേട്ടമൃഗത്തിന്റെ കണ്ണുകൾ പോലെ അവന്റെ കണ്ണഞ്ചിപ്പിച്ചു. ഒരു നിമിഷം ഒന്നും കാണാനാവാതെ അവൻ കൈകൊണ്ട് മുഖം മറച്ചു. കാർ നിന്നയുടൻ അതിൽ നിന്ന് വീശിയ കൃത്രിമമായ തണുത്ത കാറ്റ് അവന്റെ മുഖത്തടിച്ചു. അത് മലയിലെ മഞ്ഞിന്റെ നനഞ്ഞ തണുപ്പായിരുന്നില്ല, ഒരു യന്ത്രത്തിന്റെ വരണ്ട രാസഗന്ധമുള്ള തണുപ്പായിരുന്നു. ആ കാറ്റിനൊപ്പം അവന്റെ വിയർപ്പിന്റെയും പൊടിയുടെയും മണമുള്ള ശരീരത്തിലേക്ക് അതുവരെ പരിചയമില്ലാത്തൊരു ഗന്ധം അടിച്ചുകയറി. വില കൂടിയ പെർഫ്യൂമിന്റെയും പുതിയ തുകലിന്റെയും മണം. ആ ഗന്ധം അവനെ ശ്വാസം മുട്ടിക്കുന്നതുപോലെ തോന്നി. മനു ഭയവും അമ്പരപ്പും കലർന്ന് തന്റെ കുപ്പികൾ തട്ടിമറിയാതെ ശ്രദ്ധിച്ച് പതുക്കെ എഴുന്നേറ്റു. കാറിന്റെ ഡോർ ശക്തിയിൽ തുറന്ന് വില കൂടിയ കറുത്ത സ്യൂട്ട് ധരിച്ച ഒരാൾ പുറത്തിറങ്ങി. നഗരത്തിലെ ഒരു എയർ കണ്ടീഷൻ ചെയ്ത മുറിക്കു മാത്രം ചേരുന്ന വേഷം. അയാൾ കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ തന്റെ തിളങ്ങുന്ന ഷൂസിലേക്ക് നോക്കി. ആ മലമ്പാതയിലെ പൊടിമണ്ണിൽ ചവിട്ടിയപ്പോൾ അയാളുടെ മുഖം ചുളിഞ്ഞു. ഷൂസിൽ പറ്റിപ്പിടിച്ച പൊടിയിലേക്ക് അയാൾ അറപ്പോടെ നോക്കുന്നത് മനു കണ്ടു. അയാളുടെ മുഖത്ത് തിരക്കും ലക്ഷ്യം തെറ്റിയതിന്റെ അക്ഷമയും വ്യക്തമായിരുന്നു. ഹേ എന്ന് അയാൾ മനുവിനെ ശരിക്കും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കൈത്തണ്ണയിലെ വെട്ടിത്തിളങ്ങുന്ന വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ ക്ലൗഡ്സിന്റെ റിസോർട്ട് എവിടെയാ? ഗൂഗിൾ മാപ്പ് ഇവിടെ വെച്ച് കട്ടായി. നോ കവറേജ്. വാട്ട് എ പ്ലേസ്. അയാൾ തന്റെ കയ്യിലിരുന്ന വില കൂടിയ നേർത്ത ഫോൺ മനുവിന്റെ മുഖത്തിനു നേരെ നീട്ടി. അയാൾ നീട്ടിയ വില കൂടിയ ഫോണിലെ നിർജീവമായ സ്ക്രീനിലേക്കോ അതിലെ മാപ്പിലേക്കോ മനു നോക്കിയില്ല. അവന്റെ കണ്ണ് ആ മനുഷ്യന്റെ മുഖത്തായിരുന്നു. അയാളുടെ മുഖത്തിലെ ദേഷ്യത്തിലും അയാളുടെ വസ്ത്രത്തിന്റെ തിളക്കത്തിലും ആ കാറിന്റെ വലിപ്പത്തിലും തറച്ചുനിന്നു. ഒരു നിമിഷത്തേക്ക് തന്റെ മുന്നിൽ വിൽക്കാനായി വെച്ചിരുന്ന അച്ചാർ കുപ്പികളോ പോക്കറ്റിൽ ചുരുണ്ടുകിടക്കുന്ന മരുന്നിന്റെ കുറിപ്പിടിയോ ഷെഡിൽ വേദനയോടെ കാത്തിരിക്കുന്ന അമ്മയെയോ അവൻ മറന്നുപോയതുപോലെ തോന്നി. പകരം ഈ അപരിചിതനും താനും തമ്മിലുള്ള അദൃശ്യമായ ഭീമാകാരമായ അകലം മാത്രം അവൻ കണ്ടു. ആ അക്ഷമേ നിറഞ്ഞ ചോദ്യത്തിനു മുന്നിൽ മനു ഒരു നിമിഷം പതറിയില്ല. അവന്റെ മുന്നിൽ ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സർ, നേരെ പോയി അടുത്ത കവലയിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം. തണുപ്പുകൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ ശബ്ദം അത്ഭുതകരമായി വ്യക്തമായിരുന്നു. ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതെ ഒട്ടിയ വയറും തളർന്ന ശരീരവും അവൻ മറച്ചുവെച്ചു. അതൊരു ചെറിയ മൺപാതയാണ്, പക്ഷെ സാറിന്റെ കാറ് പോകും. അവിടുന്നൊരു 3 കിലോമീറ്റർ പോയാൽ റിസോർട്ടിന്റെ വലിയ ഇരുമ്പു ഗേറ്റ് കാണാം. ക്ലൗഡ് സെന്റ് എന്ന് വലിയ ബോർഡ് വച്ചിട്ടുണ്ട്. അയാൾ ഒരു പക്ഷേ രവി എന്നു പേരുള്ള ആ ധനികൻ ആ ഉത്തരത്തിലെ കൃത്യതയിലൊന്ന് നിശബ്ദനായി. അവൻ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ അറിയില്ല എന്ന മറുപടിയോ അല്ലെങ്കിൽ പണത്തിനു വേണ്ടിയുള്ളൊരു യാചനയോ ആയിരിക്കാം. താങ്ക്സ്, അയാൾ പറഞ്ഞു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കട്ടിയുള്ള ഒരു ലെതർ പേഴ്സ് എടുത്തു. അതിൽ നിന്നൊരു 100 രൂപ നോട്ടെടുത്ത് അവനു നേരെ നീട്ടാൻ തുടങ്ങിയപ്പോഴാണ് അയാളുടെ കണ്ണ് നിലത്ത് മനു പാതി പെട്ടിയിലാക്കാൻ തുടങ്ങിയ അച്ചാർ കുപ്പികളിൽ ഉടഞ്ഞത്. കോടമഞ്ഞിന്റെ നേർത്ത വെളിച്ചത്തിലും കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശവലയത്തിലും ആ ശുദ്ധമായ കുപ്പികൾ തിളങ്ങിക്കൊണ്ടിരുന്നു. അവയുടെ മുകളിലെ തുണികൊണ്ടുള്ള മൂടി അതിശ്രദ്ധയോടെ കെട്ടിയിരിക്കുന്നത് അയാൾ കണ്ടു. ഈ പൊടിപിടിച്ച പാതയോരത്ത്, ഈ ഇരുട്ടിൽ, ഈ കുപ്പികൾ ഒരസംബന്ധം പോലെ അയാൾക്ക് തോന്നി. നീ ഇവിടെ എന്താ ചെയ്യുന്നേ ഈ നേരത്ത്, തണുപ്പത്ത്? ഇതെന്തിനാ മോനെ? ആ ചോദ്യത്തിൽ അപ്രതീക്ഷിതമായ ഒരു ആർദ്രതയുണ്ടായിരുന്നു. മോനെ എന്ന വിളി, ആ ശബ്ദത്തിലെ നേരിയ സ്നേഹം അതുവരെ അവനെ അവഗണിച്ച ലോകത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അയാളുടെ തിരക്കും അക്ഷമയും ഒരു നിമിഷത്തേക്ക് പൂർണ്ണമായും അലിഞ്ഞുപോയതുപോലെ തോന്നി. അതുവരെ പിടിച്ചു നിർത്തിയതെല്ലാം ആ ഒരൊറ്റ ചോദ്യത്തിൽ തകർന്നുപോയി. ദിവസം മുഴുവൻ കല്ലുപോലെ അടച്ചുവെച്ച സങ്കടം, വിശപ്പ്, ഭയം, നിരാശ
എല്ലാം അവന്റെ കണ്ണുകളിലേക്ക് ഇരച്ചു കയറി. മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കാഴ്ച മങ്ങി. അവൻ പോക്കറ്റിൽ വിയർപ്പിൽ നനഞ്ഞു കുതിർന്ന ആ മരുന്നുകുറിപ്പിടിയിൽ മുറുകെ പിടിച്ചു. അതുമാത്രമായിരുന്നു അവന്റെ സത്യം. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനാ. അവന്റെ ശബ്ദമിടറി. ഒരു തേങ്ങലായി പുറത്തുവന്നു. അമ്മയ്ക്ക് നടക്കാൻ വയ്യ. കിടപ്പില്ല. ഉരുൾപൊട്ടലിൽ. അവന്റെ വാക്കുകൾ മുറിഞ്ഞു. കൂടുതൽ സംസാരിക്കാനാവാതെ അവൻ മുഖം കുനിച്ചു. കണ്ണുനീർ പൊടിമണ്ണിലേക്കിറ്റു വീണു. ആ വാക്കുകൾ രവിയുടെ നെഞ്ചിലാണ് തറച്ചത്. ഉരുൾപൊട്ടൽ. അയാൾ ആ വാക്ക് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. TV ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് സ്ക്രോളുകളിൽ കണ്ടിട്ടുണ്ട്. ചാരിറ്റി ഡിന്നറുകളിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ദൂരെയുള്ള, തനിക്ക് ബാധകമല്ലാത്ത എന്തോ ഒന്ന് മാത്രമായിരുന്നു. ഇപ്പോൾ ആ വാക്കിനൊരു രൂപമുണ്ടായിരിക്കുന്നു. പൊടിപുറഞ്ഞ കീറിയ ഷർട്ടും ധരിച്ച് പ്രതീക്ഷയേറ്റ കണ്ണുകളുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ 12കാരന്റെ രൂപം. അയാൾക്ക് നഗരത്തിലൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. വൈകിയാൽ ലക്ഷങ്ങളുടെ, ഒരുപക്ഷെ കോടികളുടെ നഷ്ടം വരും. അയാളുടെ ഫോൺ കോട്ടിന്റെ പോക്കറ്റിൽ കിടന്ന് നേർത്തതായി വൈബ്രേറ്റ് ചെയ്യുകയാണ്. സിഗ്നൽ കിട്ടാൻ വേണ്ടി അത് അവസാനമായി ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ അയാളുടെ ഡ്രൈവറോ ബിസിനസ് പാർട്ട്ണറോ ആയിരിക്കാം. ഒരു നിമിഷം രവി കണ്ണുകൾ അടച്ചു. അയാളുടെ മനസ്സ് അതിവേഗം കണക്ക് കൂട്ടി. നഷ്ടമാകുന്ന പണം, തകരുന്ന ഡീലുകൾ. പക്ഷേ കണ്ണു തുറന്നപ്പോൾ അവൻ കണ്ടത് ആ കുട്ടിയുടെ മുഖമാണ്. ആ മുഖത്തെ നിശ്ചയദാർഢ്യം, അതിനു പിന്നിൽ തകർന്നു വീണ സങ്കടവും അയാളെ പിടിച്ചുലയ്ക്കും. ഈ കുട്ടി ഇവിടെ ഈ തടുപ്പിൽ കാത്തിരുന്നത് 300 രൂപയ്ക്കാണ്. താൻ ഒരു രാത്രി ഹോട്ടൽ മുറിക്ക് വാടക കൊടുക്കുന്നതിന്റെ 10-1 മാത്രം. ഈ വൈരുദ്ധ്യം ഒരു ഷോക്ക് പോലെ അയാളെ തളർത്തി. എന്തോ ഒരു ഉൾപ്രേരണയിൽ രവി തന്റെ മീറ്റിംഗിന്റെ കാര്യം ഒരു നിമിഷത്തേക്ക് പൂർണ്ണമായി മറന്നു. നഷ്ടമാകുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് ഓർക്കാതെ അയാൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് മാത്രം നോക്കി. തന്റെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും ആ നിമിഷം അർത്ഥശൂന്യമാകുന്നതുപോലെ അയാൾക്ക് തോന്നി. നിന്റെ വീടെവിടെയാ? അവന്റെ കണ്ണുനീർ തുടയ്ക്കുക പോലും ചെയ്യാതെ ആർദ്രമായ ആ ചോദ്യം മനുവിനെ ഞെട്ടിച്ചു. അവൻ സംശയത്തോടെ അയാളെ നോക്കി. ഈ വലിയ മനുഷ്യൻ എന്തിനാണ് തന്റെ വീട് അന്വേഷിക്കുന്നത്? തന്നെയും അമ്മയെയും ഉപദ്രവിക്കാനോ? അതോ? എനിക്ക് നിന്റെ അമ്മയെ ഒന്ന് കാണണം. വരൂ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. എന്നിട്ട് ഞാൻ റിസോർട്ടിലേക്ക് പോകാം. രവിയുടെ ശബ്ദത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. മനുവിന് എന്തു പറയണമെന്നറിഞ്ഞില്ല. അവൻ മടിച്ചു നിന്നു. അവന്റെ കാലുകൾ മണ്ണിൽ വേരുറപ്പിച്ചതുപോലെ നിശ്ചലമായി. അപരിചിതരുടെ കൂടെ പോകരുതെന്നും അവർ തരുന്നത് ഒന്നും വാങ്ങരുതെന്നും അമ്മ എപ്പോഴും പറയാറുള്ളതാണ്. അവന്റെ മുഖത്തെ ഭയം രവി വായിച്ചെടുത്തു. അയാളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാനൊന്നും വരില്ല. എന്റെ പേര് രവി. എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞാലോ എന്ന് നോക്കട്ടെ. രവിയുടെ ശബ്ദത്തിലെ സത്യസന്ധതയും ആ മുഖത്തെ ക്ഷീണവും അയാളുടെ കണ്ണുകളിലെ ആത്മാർത്ഥതയും മനു തിരിച്ചറിഞ്ഞു. ഈ ലോകത്ത് ആരും ഇങ്ങനെ തന്നോട് സംസാരിച്ചിട്ടില്ല. അവൻ പതിയെ ഭാരമുള്ള അച്ചാർ കുപ്പികളടങ്ങിയ പെട്ടിയെടുക്കാൻ കുനിഞ്ഞു. അതിനു മുന്നേ രവി ആ പെട്ടി കയ്യിലെടുത്തു. വേണ്ട, ഞാൻ പിടിക്കാം. വില കൂടിയ ഷൂസുകൾ മണ്ണിൽ പുതയുന്നതൊന്നും ശ്രദ്ധിക്കാതെ രവി ചോദിച്ചു, വഴി കാണിക്കൂ. മനു ഒരു നിമിഷം കൂടി അയാളെ നോക്കി. എന്നിട്ട് തിരിഞ്ഞു നടന്നു. ഇതില്ലേ? പാതയിൽ നിന്ന് ചീഞ്ഞ ഇലകളുടെയും നനഞ്ഞ മണ്ണിന്റെയും മണമുള്ള ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് അവനിറങ്ങി. കാറിന്റെ വെളിച്ചം അവിടെ എത്തിയിരുന്നില്ല. രവി തന്റെ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. വില കൂടിയ ഷൂസുകൾ വഴുക്കുന്ന കല്ലുകളിലും ചെളിയിലും പുതഞ്ഞു. രവിയുടെ കയ്യിൽ ആ പെട്ടിക്ക് അവിശ്വസനീയമായ ഭാരമുണ്ടായിരുന്നു. ഈ ഭാരമാണോ ഈ കുട്ടി ദിവസം മുഴുവൻ ചുമക്കുന്നത്? അയാൾ അത്ഭുതപ്പെട്ടു. അത് വെറും അച്ചാർ കുപ്പികളുടെ ഭാരമായിരുന്നില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തത്തിന്റെയും ഭാരമായിരുന്നു. അയാൾ ഒന്നും മിണ്ടാതെ ആ കുഞ്ഞിന്റെ പിന്നാലെ ഇരുട്ടിലേക്ക് നടന്നു. ഷെഡിന്റെ വാതിലെന്ന് പറയാവുന്ന കീറിപ്പറിഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് മനു വകഞ്ഞു മാറ്റിയപ്പോൾ രവി ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. അകത്തേക്ക് കടക്കാൻ അയാൾ കുനിയേണ്ടി വന്നു. നഗരത്തിലെ തന്റെ ആഡംബര വീടിന്റെ ബാത്റൂമിന്റെ അത്ര പോലുമില്ലാത്തൊരിടം. അയാളുടെ വില കൂടിയ ഷൂസ് നനഞ്ഞ മണ്ണിലേക്ക് ആഴ്ന്നു. തകരഷീറ്റുകൾക്കിടയിലൂടെ തണുത്ത കാറ്റൊരു മൂളലോടെ അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. അതൊരേ സമയം മണ്ണെണ്ണ വിളക്കിന്റെയും മുറിവൈദ്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും രൂക്ഷഗന്ധം വഹിച്ചു. അകത്ത് ഒരു മൂലയിൽ കീറിയ പായ വിരിച്ച് അതിലും മുഷിഞ്ഞൊരു പുതപ്പിനടിയിൽ മെലിഞ്ഞുണങ്ങിയൊരു സ്ത്രീരൂപം. മനു മൂടിച്ചെന്ന ആ രൂപത്തിന്റെ അരികിലിരുന്നു. അമ്മേ, ഞങ്ങൾ വന്നു. ആ സ്ത്രീ ഒന്ന് ഞരങ്ങിക്കൊണ്ട് പ്രയാസപ്പെട്ട് തിരിഞ്ഞു നോക്കി. മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ ഓറഞ്ച് വെളിച്ചം അവരുടെ മുഖത്തിന്റെ ഒരു ഭാഗത്തു മാത്രം പതിച്ചു. വേദനയും ക്ഷീണവും ആ മുഖത്ത് ആഴത്തിലുള്ള ചാലുകൾ വീഴ്ത്തിയിരുന്നു. അവർ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് ഇടയ്ക്കിടെ ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രവി എന്ന അതികായനായ മനുഷ്യൻ, ബിസിനസ് മീറ്റിംഗുകളിൽ ആയിരങ്ങളെ നിശബ്ദനാക്കുന്നവൻ, ആ കാഴ്ചയ്ക്ക് മുന്നിൽ ഒരു വാക്കുപോലും മുറിയാടാനാവാതെ നിന്നു. ആ ദയനീയമായ അവസ്ഥ അയാളുടെ മനസ്സ് പൊള്ളിച്ചു. മോനെ, നീ എന്താ ഇത്ര?
ലതയുടെ ശബ്ദം നേർത്തിരുന്നു. അപ്പോഴാണ് അവർ മനുവിന്റെ പിന്നിൽ നിൽക്കുന്ന ആ അന്യരൂപത്തെ കണ്ടത്. ഒരു അപരിചിതൻ. അവരുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. ഇത് സാറ് വഴി ചോദിക്കാൻ? മനുവിന് വാക്കുകൾ കിട്ടിയില്ല. ലത പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ വേദന കൊണ്ട് ഒരു ഞരക്കത്തോടെ തിരികെ വീണു. ആ വെളിച്ചം അപ്പോൾ അവരുടെ മുഖത്ത് മുഴുവനായി പതിച്ചു. രവിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. ആ മുഖം, തീർച്ചയായും അത് ക്ഷീണിച്ചതാണ്. രോഗം കാർന്നു തിന്നിരിക്കുന്നു. പക്ഷെ ആ കണ്ണുകൾ, ആ നെറ്റിത്തടം, ആ ചുണ്ടുകളുടെ നേരിയ രൂപം, എവിടെയോ വെച്ച് അയാൾ ഈ മുഖം കണ്ടിട്ടുണ്ട്. ഇത് വെറുമൊരു തോന്നലല്ല. വർഷങ്ങൾക്ക് മുന്നുള്ള ഓർമ്മയുടെ ഏതോ ആഴമേറിയ കോണിൽ നിന്ന് പൊടി പിടിച്ചൊരു ചിത്രം തെളിഞ്ഞു വരുന്നതുപോലെ അയാൾക്ക് പിടികിട്ടിയില്ല. എവിടെയാണ്? എങ്ങനെ? തന്റെ കോളേജ് കാലത്തിലെ ഏതോ മങ്ങിയ ഫോട്ടോയിലോ? അതോ പണ്ട് അച്ഛൻ കാണിച്ചു തന്ന ഏതോ ബന്ധുവിന്റെ മങ്ങിത്തുടങ്ങിയ ചിത്രത്തിലോ? അല്ല, ഇതതിലും ആഴത്തിലുള്ള എന്തോ ഒന്നാണ്. ഈ മുഖം അയാളുടെ ഭൂതകാലത്തിന്റെ മറന്നുപോയ ഒരു അധ്യായത്തിന്റെ ഭാഗമാണ്. ആ ഓർമ്മ അയാളെ അസ്വസ്ഥനാക്കി. അയാൾ അറിയാതെ ഒരു പടി പിന്നോട്ടു വെച്ചു. ലത. അയാളുടെ ചുണ്ടുകൾ അറിയാതെ ആ പേര് മന്ത്രിച്ചു. അത് ഉറക്കെയായിരുന്നില്ല, പക്ഷെ ആ നിശബ്ദതയിൽ അത് മുഴങ്ങി. ആ പേര് കേട്ട് ആ സ്ത്രീരൂപം ഞെട്ടി. അതുവരെ വേദന കൊണ്ട് അടഞ്ഞുകിടന്ന ആ കണ്ണുകൾ ഭയത്തോടെയും അവിശ്വസനീയതയോടെയും അയാളെ തുറിച്ചുനോക്കി. അമ്മേ, മനു പതിയെ വിളിച്ചു. ഈ സാറ് വഴി ചോദിക്കാൻ വന്നതാ. നമ്മളെ വീട്ടിലാക്കാൻ വന്നു. ലത പ്രയാസപ്പെട്ട് ചുമക്കിടയിൽ കണ്ണുകൾ തുറന്നു. മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ ഓറഞ്ച് വെളിച്ചത്തിൽ മുന്നിൽ നിൽക്കുന്ന വില കൂടിയ വേഷം ധരിച്ച ആളിന്റെ രൂപം അവൾക്ക് വ്യക്തമായില്ല. അതൊരു നിഴൽ രൂപം പോലെ അവൾക്ക് തോന്നി. ഒരപരിചിതൻ തന്റെ ഷെഡിനുള്ളിൽ. അവളുടെ ഹൃദയം ഭയം കൊണ്ട് കിടുങ്ങി. അവൾ മനുവിന്റെ കൈയിൽ ബലഹീനമായി മുറുകെ പിടിച്ചു. മോനെ, ആരാ? അവളുടെ ശബ്ദത്തിലെ ഭയം തിരിച്ചറിഞ്ഞ രവി പതിയെ മുന്നോട്ടു വന്നു, വിളക്കിന്റെ വെളിച്ചത്തിലേക്ക്. പേടിക്കണ്ട, ഞാൻ എന്തു പറയണമെന്നറിയാതെ അയാൾ നിന്നു. അയാൾ ആ മുറി ഒന്നുകൂടി കണ്ണോടിച്ചു. ഇരിക്കാനൊരു കസേര പോലുമില്ല. ഒരു നിമിഷം പോലും സംശയിക്കാതെ തന്റെ ലക്ഷങ്ങൾ വിലയുള്ള സ്യൂട്ടിന്റെ മുട്ടുകൾ മടക്കി അയാൾ ആ തണുത്ത നനഞ്ഞ മണ്ണിൽ ലതയുടെ പായക്കരികായി മുട്ടുകുത്തിയിരുന്നു. ആ മണ്ണിലിരിക്കാൻ അയാൾക്കൊരു മടിയും തോന്നിയില്ല. അയാളുടെ ഷൂസും സ്യൂട്ടിന്റെ അറ്റവും ചിളി പുരണ്ടു. ഈ പ്രവൃത്തി മനുവിനെയും ലതയെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. രവി ആ മുഖത്തേക്ക്, വേദനയും ക്ഷീണവും വരച്ചുവെച്ച ആ കോലത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ ഓർമ്മ അയാളുടെ തലച്ചോറിനെ പ്രഹരിക്കുകയായിരുന്നു. നിങ്ങളുടെ കേര്? രവി വെറുതെ ഒരു ഉറപ്പിനായി ചോദിച്ചു. ലത, അവൾ ക്ഷീണിച്ച സ്വരത്തിൽ ഭയത്തോടെ പറഞ്ഞു. ലത. ആ പേര് രവിയുടെ മനസ്സിൽ ഒരു ഇടിമിന്നൽ പോലെ പാഞ്ഞു. അയാൾ അവളുടെ മുഖത്തേക്ക് അവിശ്വസനീയതയോടെ ഉറ്റുനോക്കി. അതേ കണ്ണുകൾ, ഭയവും ക്ഷീണവും മറച്ചിട്ടുണ്ടെങ്കിലും പണ്ട് താൻ കണ്ടിട്ടുള്ള അതേ തീക്ഷ്ണമായ കണ്ണുകൾ, അതേ മുഖഛായ, അതേ ഇത് തന്നെ അവൾ. വർഷങ്ങൾ രൂപം മാറ്റിയിരിക്കുന്നു. ദാരിദ്ര്യവും രോഗവും മുഖം കവർന്നിരിക്കുന്നു. എന്നാലും ലത മേനോൻ. അയാൾ തന്നോട് തന്നെ ഒന്ന് മന്ത്രിച്ചു. ആ പേര് കേട്ട് ലത ഞെട്ടി. മേനോൻ എന്ന ആ വാൽ മുറിഞ്ഞുപോയിട്ട് വർഷങ്ങളായിരുന്നു. ആ പേര് ഓർക്കുന്നവരാരും ഇവിടെയില്ല. അവൾ അവിശ്വസനീയതയോടെ അയാളെ ഉറ്റുനോക്കി. ഈ ശബ്ദം, ഈ മുഖം. പ്രായം മാറ്റിയിരിക്കുന്നു, സമ്പത്ത് രൂപം മാറ്റിയിരിക്കുന്നു. രവി? അവളുടെ ചുണ്ടുകൾ വിറച്ചു. രവി വർമ്മ? രവി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. 25 വർഷം പിന്നോട്ടു പാഞ്ഞു. കോളേജ് ക്യാൻറ്റീനിലെ ബഹളങ്ങൾ, അഹങ്കാരിയും ധൂർത്തനുമായിരുന്ന താൻ, പാവപ്പെട്ടവളെങ്കിലും പഠിക്കാൻ മിടുക്കിയായിരുന്ന, എന്തിനും തന്റേടം കൊണ്ട് മറുപടി പറഞ്ഞിരുന്ന ലത. ഒരു ദിവസം സുഹൃത്തുക്കളുമായി പന്തയം വെച്ച് ലതയെ ക്ലാസ്സിൽ വെച്ച് അപമാനിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതും, പിറ്റേന്ന് കുറ്റബോധം കൊണ്ട് ആരുമായും മിണ്ടാതെ ക്യാൻറ്റീനിന്റെ മൂലയിൽ തനിച്ചിരുന്ന തന്റെ മുന്നിലേക്ക് അവൾ നടന്നു വന്നതും, ഒന്നും മിണ്ടാതെ തന്റെ സ്റ്റീൽ ചോട്ടുപാത്രം തുറന്ന് അതിൽ നിന്നൊരു പങ്ക് ചോറും മാങ്ങാ അച്ചാറും തന്റെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് തിരികെ നടന്ന ആ പെൺകുട്ടി. നിന്റെ ഈ അച്ചാർ? രവിയുടെ വാക്കുകൾ ഇടറി. അവൻ തന്റെ കയ്യിലിരുന്ന പെട്ടിയിലേക്ക് നോക്കി. അതിലെ മാങ്ങാ അച്ചാറിന്റെ കുപ്പി. ലതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ചോട്ടുപാത്രത്തിലെ അച്ചാറിന്റെ രുചി ഒരു നിമിഷം അവൾ നാവിൻ തുമ്പിൽ അറിഞ്ഞു. നീ എങ്ങനെ ഇവിടെ? രവിക്ക് ഉത്തരമില്ലായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മീറ്റിംഗ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് താൻ എത്തിപ്പെട്ടത് തന്റെ ഭൂതകാലത്തിന്റെ മുറിവിലായിരുന്നു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ ലതയുടെ മെലിഞ്ഞ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. ആ കൈകൾ തണുത്തുറഞ്ഞിരുന്നു. രവി ആ തണുത്ത മണ്ണിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ അയാളുടെ മനസ്സ് 25 വർഷം പിന്നോട്ട് പാഞ്ഞുപോയിരുന്നു. ഈ ഷെഡും മണ്ണെണ്ണ വിളക്കും പുറത്തെ കോടമഞ്ഞും അപ്രത്യക്ഷമായി. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സ്കൂൾ വരാന്ത. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിലെ 5ാം B ക്ലാസ്. ഉച്ചയ്ക്ക് ഊണുമണി മുഴങ്ങുന്നു. ക്ലാസ്സിലെ മരബെഞ്ചുകൾ ഉരസുന്ന ശബ്ദം, സ്റ്റീൽ പാത്രങ്ങൾ തുറക്കുന്ന ക്ലിക്ക് ശബ്ദങ്ങൾ, ബഹളം. വാഴയിലയിൽ പൊതിഞ്ഞ ചോറിന്റെയും
അച്ചാറിന്റെയും ചമ്മന്തിയുടെയും കലർന്ന ഗന്ധം മുറിയിൽ നിറയുന്നു. പഴയകാല സ്കൂൾ ക്ലാസ് മുറിയിലെ ഉച്ചഭക്ഷണ സമയം. പക്ഷേ ആ ബഹളങ്ങൾക്കിടയിലും ഒരു പെൺകുട്ടി മാത്രം ക്ലാസിന്റെ ഒരറ്റത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിശബ്ദയായിരിക്കുന്നു. കീറിയതെങ്കിലും വൃത്തിയുള്ള യൂണിഫോം, മുടി രണ്ടു വശവും ഭംഗിയായി പിന്നിയിട്ടിരിക്കുന്നു. വിശപ്പ് അവളുടെ മുഖത്തുണ്ട്, പക്ഷേ അതിലേറെ അഭിമാനമുണ്ട്. അവൾ ആരോടും മിണ്ടാത്ത ഒതുങ്ങിക്കൂടിയൊരു പെൺകുട്ടി, ലത. 5ാം ക്ലാസ്സുകാരനായ രവി തന്റെ തിളങ്ങുന്ന സ്റ്റീൽ ചോറ്റുപാത്രവുമായി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. കഴിക്കുന്നില്ലേ? അവൾ ഞെട്ടി. വേണ്ട എന്ന ബലമില്ലാതെ തലയാട്ടി. വിശക്കുന്നില്ലേ? ഞാൻ കണ്ടു, നീ രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം മാത്രം കുടിക്കുന്നത്. അവന്റെ നിരീക്ഷണം കൃത്യമായിരുന്നു. അവൾ മറുപടി പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് പുറത്തു കാണിക്കാതിരിക്കാൻ അവൾ വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൻ ഒരു നിമിഷം മടിച്ചു നിന്നു. പിന്നെ തന്റെ ചോറ്റുപാത്രം തുറന്ന് അവൾക്ക് നേരെ നീട്ടി. വാ, നമുക്കൊരുമിച്ച് കഴിക്കാം. അമ്മ ഇന്നെന്റെ ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയാ തന്നത്, നല്ല മണം. അവൾ മടിച്ചാണെങ്കിലും ആ സ്നേഹത്തിനു മുന്നിൽ കീഴടങ്ങി. അവൻ പ്ലേറ്റിലേക്ക് പകുതി ചോറിട്ടു, അതിനു മുകളിൽ മെഴുക്കുപുരട്ടിയും. അന്ന് തുടങ്ങിയ സൗഹൃദമായിരുന്നു അത്. പല ദിവസങ്ങളിലും രവി 2 പേർക്കുള്ള ചോറുമായാണ് വന്നിരുന്നത്. ഇതെന്റെ അമ്മ നിനക്ക് തന്നുവിട്ടതാ എന്ന് കള്ളം പറയും. അന്ന് അവൾ മനസ്സ് തുറന്ന് പേര് പറഞ്ഞു, ലത. ഓർമ്മകളിൽ നിന്ന് രവി ഞെട്ടിയുണർന്നു. അയാളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അതേ ലതയാണോ ഇത്? തന്റെ ബാല്യത്തിലെ ആ നിശബ്ദയായ സുഹൃത്ത്? രവിയുടെ തൊണ്ടയിടറി. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിലാണോ പഠിച്ചത്? അയാളുടെ ശബ്ദം വിറച്ചു. അത് വെറുമൊരു ചോദ്യമായിരുന്നില്ല, അതൊരു പ്രാർത്ഥനയായിരുന്നു. ലത ഞെട്ടി. ഒരിടിമിന്നലേറ്റതുപോലെ അവൾ സ്തബ്ധയായി. ഈ മലമുകളിലെ തകരഷെഡിൽ, ഈ നരകതുല്യമായ ഏകാന്തതയിൽ, തന്റെ പഴയ സ്കൂളിന്റെ പേര്, തന്റെ ബാല്യത്തിന്റെ ഓർമ്മ. അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൾ പ്രയാസപ്പെട്ട് വേദന മറന്ന് കൈകളിലൂന്നി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അതെ, നിങ്ങൾക്ക് എന്നെ? ലത, ഇത് ഞാനാ, രവി. അയാളുടെ ശബ്ദമടഞ്ഞു. രവിവർമ്മ, നിനക്ക് ഞാൻ എന്റെ ചോറ്റുപാത്രത്തിൽ നിന്ന് ചോറ് പകുത്തു തരാറില്ലേ? ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി? ആ വാക്കുകൾ കേൾക്കേണ്ട താമസം ലതയുടെ അതുവരെ പിടിച്ചു നടത്തിയ സർവ്വനിയന്ത്രണവും നഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം തന്റെ ജീവിതത്തിലെ ഏറ്റവും നിസ്സഹായമായ ഈ നിമിഷത്തിൽ തന്റെ ബാല്യത്തിലെ ആ ഒരേയൊരു യഥാർത്ഥ സുഹൃത്തിനെ അവൾ തിരിച്ചറിഞ്ഞു. അവൾക്കു കരയാൻ പോലും ശക്തിയുണ്ടായിരുന്നില്ല. രവി? അവളുടെ ശബ്ദം ഒരു തേങ്ങലായി പുറത്തുവന്നു. അത്ഭുതവും സങ്കടവും അവിശ്വസനീയതയുമെല്ലാം ആ ഒറ്റ വിളിയിലുണ്ടായിരുന്നു. നീ എങ്ങനെ ഇവിടെ? അവരുടെ ഇടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ മനു അമ്പരന്ന് നിന്നു. അമ്മ കരയുന്നത് അവൻ കണ്ടിട്ടുണ്ട്, വേദന കൊണ്ട് പുളയുമ്പോൾ. പക്ഷെ ഇങ്ങനെ ഒരു അപരിചിതന്റെ മുന്നിൽ ഇങ്ങനെ പേരെടുത്ത് വിളിച്ചു കരയുന്നത് അവൻ ആദ്യമായി കാണുകയായിരുന്നു. തന്റെ അമ്മയ്ക്ക് തനിക്കറിയാത്തൊരു ഭൂതകാലമുണ്ടെന്നും ആ ഭൂതകാലം ഇപ്പോൾ ഒരു ആഡംബര കാറിൽ വന്ന് തങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണെന്നും ആ 12 വയസ്സുകാരൻ തിരിച്ചറിയുകയായിരുന്നു. അവൻ രവിയെയും അമ്മയെയും മാറി മാറി നോക്കി. ആ നിമിഷം ആ തകരഷെഡിനുള്ളിലെ തണുപ്പ് അപ്രത്യക്ഷമായതുപോലെ തോന്നി. ആ തകരഷെഡിനുള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ തണുത്ത മണ്ണിലിരുന്ന രവിലതയുടെ തകർന്ന ജീവിതത്തിന്റെ കഥ നിശബ്ദനായി കേട്ടു. അയാളുടെ ലക്ഷങ്ങൾ വിലയുള്ള സ്യൂട്ട് ചെളിയിൽ പുരണ്ടിരിക്കുന്നത് അയാൾ അറിഞ്ഞതേയില്ല. അച്ഛന്റെ മരണശേഷം ആശ്രയമില്ലാതെ ദൂരെയൊരു ബന്ധുവിന്റെ കൂടെ ഈ മലയോരത്തേക്ക് വന്നതും, തോട്ടം തൊഴിലാളിയായ ഒരാളുമായി സ്നേഹത്തിലായതും, കല്യാണം കഴിച്ചതും ലതയുടെ ശബ്ദമിടറി. സന്തോഷമായിരുന്നു രവി, ഞങ്ങൾക്കും മനു ഉണ്ടായപ്പോൾ, അവൾ ചുമക്കിടയിൽ പറഞ്ഞു നിർത്തി. പക്ഷെ ആ രാത്രി, ആ ഉരുൾപൊട്ടൽ, എന്റെ കൺമുന്നിലാ എല്ലാം പോയത്. മനുവിന്റെ അച്ഛൻ, ഞങ്ങളുടെ അയൽക്കാർ എല്ലാം ആ മണ്ണിനടിയിലായി. എനിക്ക് മാത്രം. അവൾക്ക് വാക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് മാത്രം ഈ കിടപ്പ് ബാക്കിയായി. എന്റെ മോന് അവന്റെ പഠിത്തം നിർത്തി എനിക്ക് മരുന്ന് വാങ്ങാൻ ഈ അച്ചാറ് വിൽക്കേണ്ട ഗതിയുമായി. അവൾ പൊട്ടിക്കരഞ്ഞു. രവി നിശബ്ദനായി കേട്ടിരുന്നു. ഓരോ വാക്കും അയാളുടെ ഹൃദയത്തിൽ കല്ല് വീഴുന്നതുപോലെയാണ് പതിച്ചത്. അന്ന് 5ാം ക്ലാസ്സിലെ ബെഞ്ചിലിരുന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് അയാൾ ഓർത്തു. വലുതാകുമ്പോൾ എനിക്ക് പണക്കാരനാവണം, എന്നിട്ട് പാവങ്ങളെ സഹായിക്കണം. ജീവിതത്തിന്റെ തിരക്കിൽ, പണമുണ്ടാക്കാനുള്ള ഓട്ടക്കിൽ താൻ അതിലെ ആദ്യത്തെ പാഠം മാത്രമേ ഓർത്തുള്ളൂ, പണക്കാരനാവണം. 2ാമത്തെ പാഠം, പാവങ്ങളെ സഹായിക്കണമെന്നത് എന്നോ സൗകര്യപൂർവ്വം മറന്നുപോയിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആഡംബര കാറുകളും വലിയ മീറ്റിംഗുകളും ബാങ്ക് ബാലൻസും മാത്രമായി തന്റെ ലോകം ചുരുങ്ങിപ്പോയത് അയാൾ തിരിച്ചറിഞ്ഞു. വിധി തന്നെ വഴിതെറ്റിച്ച് ഗൂഗിൾ മാപ്പ് കട്ടാക്കി ഈ നരകതുല്യമായ ഷെഡിലെത്തിച്ചത് ആ പഴയ പാഠം വീണ്ടും ഓർമ്മിപ്പിക്കാനായിരുന്നു എന്നയാൾക്ക് തോന്നി. അയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു.
നഗരത്തിലെ കോടികളുടെ മീറ്റിംഗ് അയാളെ ഓർമ്മിപ്പിച്ചു. രവി പതുക്കെ എഴുന്നേറ്റു. മനുവും ലതയും ഭയത്തോടെ അയാളെ നോക്കി. ഈ വലിയ മനുഷ്യൻ തങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ? രവി മനുവിന്റെ തലയിൽ സ്നേഹത്തോടെ തലോടി. നീ അമ്മയുടെ കൂടെ ഇരിക്ക്, ഞാനിപ്പോ വരാം. അയാൾ പുറത്തിറങ്ങി. കോടമഞ്ഞിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഫോണിൽ സിഗ്നലിനായി പരതി. ഒടുവിൽ മലഞ്ചെരുവിന്റെ ഒരറ്റത്ത് വെച്ചൊരു സിഗ്നൽ കിട്ടി. അയാൾ ആദ്യം വിളിച്ചത് തന്റെ ബിസിനസ് പാർട്ണറെ അല്ലായിരുന്നു. മല ഇറങ്ങാൻ കഴിവുള്ള ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ഒരു ആംബുലൻസ് പാഞ്ഞെത്താനായിരുന്നു. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം. പണമൊരു വിഷയമല്ല. അരമണിക്കൂറിനുള്ളിൽ എനിക്ക് അവരെ ഇവിടെ നിന്ന് മാറ്റണം. അടുത്ത കോൾ തന്റെ ബിസിനസ് പാർട്ണർക്കായിരുന്നു. ഷിൻഡെ, മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്. അതെ, കോൺട്രാക്ട് പോയാലും സാരമില്ല. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഡീൽ കിട്ടിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഡീൽ. അന്ന് രാത്രി റിസോർട്ടിലേക്കുള്ള വഴി അയാൾ മറഞ്ഞു. അതിനേക്കാൾ വലിയൊരിടത്തേക്കാണ് തനിക്ക് പോകേണ്ടത് എന്നയാൾ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം നഗരത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിയിലെ വൃത്തിയുള്ള മുറിയിൽ വെള്ളപ്പുതപ്പിലും വെള്ളവസ്ത്രങ്ങളും ധരിച്ച് ലത മയങ്ങുകയായിരുന്നു. വേദനസംഹാരികളുടെ മയക്കത്തിൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ആ മുഖം ശാന്തമായിരുന്നു. ഡോക്ടർമാർ രവിയോട് പറഞ്ഞു, കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ നട്ടെല്ലിന്റെ പരിക്ക് ഗുരുതരമായിരുന്നു. എന്തായാലും ഓപ്പറേഷൻ വിജയമാണ്. ഇനി ദീർഘനാളത്തെ ഫിസിയോതെറാപ്പി വേണം. പതുക്കെ നമുക്ക് ലതയെ നടത്തിക്കാനാകും. ആ മുറിക്കു പുറത്ത് പുതിയ ഉടുപ്പിട്ട് ഭയം മാറിയ മുഖവുമായി മനുവിന്റെ തോളിൽ കൈയിട്ട് രവി നിന്നു. മനുവിന്റെ മുഖത്ത് ആ കരിങ്കല്ല് നിശ്ചയദാർഢ്യമുണ്ടായിരുന്നില്ല. പകരം ഒരു കുട്ടിയുടെ നിഷ്കളങ്ക ചിരിയുണ്ടായിരുന്നു. നാളെ മുതൽ മനുവും സ്കൂളിൽ പോകണം, രവി പറഞ്ഞു. ഈ നഗരത്തിലെ ഏറ്റവും നല്ല സ്കൂളിൽ. നിന്റെ അമ്മയും ഞാനും പഠിച്ച പോലെ ഒരു നല്ല സ്കൂളിൽ. പുതിയ ബാഗും പുസ്തകമെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. മനുവിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ രവിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് നന്ദിയോടി കരഞ്ഞു. വഴിയരികിൽ അച്ചാറ് വിറ്റ ബാലനിൽ നിന്ന് മനു വീണ്ടും ഒരു വിദ്യാർത്ഥിയാവാൻ തയ്യാറെടുത്തു. രവി ആശുപത്രിയുടെ ജനലിലൂടെ ദൂരേക്ക് നോക്കി. അമ്പരം ചുംബികളായ കെട്ടിടങ്ങൾക്കിടയിലൂടെ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. അന്ന് ക്ലാസ് മുറിയിൽ പഠിച്ച പാഠമായിരുന്നില്ല, മരിച്ചുപോയ ജീവിതത്തിലെ ആ പഴയ പാഠമാണ് ഇന്ന് ശരിയായ അർത്ഥത്തിൽ താൻ പഠിച്ചത്. പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും പാഠം. ആ പഴയ സ്റ്റീൽ ചോറ്റുപാത്രത്തിന്റെ രുചി, അതിലെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയുടെയും ലതയുടെ മാങ്ങാ അച്ചാറിന്റെയും രുചി അയാൾക്ക് വീണ്ടും ഓർമ്മ വന്നു.